രണ്ട് വാക്കുകൾ. ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പ് ഈ രണ്ട് വാക്കുകൾ ആവർത്തിച്ചാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ യാഥാർത്ഥ്യമാകും. നിങ്ങൾ ഒരു ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിലും അത് എങ്ങനെ നേടണമെന്ന് നിങ്ങൾക്കുറപ്പില്ലെങ്കിൽ ഈ രണ്ട് വാക്കുകൾ നിങ്ങളെ നയിക്കാൻ സഹായിക്കും. കഠിനാധ്വാനം ചെയ്യുന്നതും എല്ലാ അർപ്പണബോധത്തോടെയും പ്രവർത്തിക്കുന്നതും ഒരു കാര്യമാണ്. എന്നാൽ നിങ്ങൾ ആത്മീയമായി ഒരേ താളത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഒരുപക്ഷേ ബുദ്ധിമുട്ടായിരിക്കും. ചില ആളുകൾ അവരുടെ ജീവിതത്തിലേക്ക് സമൃദ്ധി എളുപ്പത്തിൽ ആകർഷിക്കുന്നതായി നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാൽ മറ്റു ചിലർ എത്ര കഠിനാധ്വാനം ചെയ്താലും എപ്പോഴും ദുരിതങ്ങളിലൂടെ കടന്നുപോവുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നു. വിജയിക്കാനുള്ള ഒരേയൊരു വഴി കഠിനാധ്വാനമാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആളുകളെ കാണാൻ കഴിയും. അവർക്ക് കഴിയുന്നതെല്ലാം ചെയ്യുന്നു, എന്നിട്ടും അവർക്ക് ഒരു വഴി കണ്ടെത്താൻ കഴിയുന്നില്ല. ഏറ്റവും വിജയകരമായ ആളുകളുമായി ഇതിനെ ബന്ധപ്പെടുത്താനും കഴിയും. ഈ വീഡിയോയിലൂടെ പരാജയഭയത്തെ മറികടക്കാനും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ചുവടുവയ്ക്കാനും നിങ്ങളെ സഹായിക്കുന്ന വളരെ ശക്തമായ ഒരു വിദ്യ ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നു. സ്വാഗതം. നിങ്ങൾക്ക് നല്ലൊരു ദിവസമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഈ ചാനലിൽ പുതിയ ആളാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല എന്തെങ്കിലും വരാൻ പോകുന്നുണ്ട്. അതുപോലെ പുതിയ അപ്ഡേറ്റുകളൊന്നും നഷ്ടപ്പെടാതിരിക്കാനും ഞങ്ങളുമായി ബന്ധം പുലർത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങിയെത്താം. നമ്മൾ രണ്ട് വാക്കുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. രണ്ട് വാക്കുകൾ, 3 4 1 അല്ല. നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടുമുമ്പ് നിങ്ങളിത് ആവർത്തിക്കണം. എന്തുകൊണ്ടാണ് ഉറങ്ങുന്നതിനു മുമ്പ്? വിഷമിക്കേണ്ട, ഞാനെല്ലാം വിശദീകരിക്കും. എല്ലാം കണ്ടെത്താൻ അവസാനം വരെ തുടരുക. ഈ വിദ്യ എന്താണെന്ന് മനസ്സിലാക്കുന്നതിനു മുമ്പ് എന്തുകൊണ്ടാണ് ഈ വിദ്യ ഇത്രയധികം ഫലപ്രദവും ശക്തവുമാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങൾ, ഞാൻ, ഈ പ്രപഞ്ചത്തിലെ മറ്റെല്ലാവരും തുല്യരായാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഏതൊരു ജോലിയും ചെയ്യാൻ നമ്മളെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നു. കൂടാതെ നമുക്ക് കാഴ്ചകൾ ഭാവന ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട്. നമ്മൾ നിസ്സഹായരല്ല, പക്ഷേ നമ്മളെ അങ്ങനെയാവാൻ പ്രോഗ്രാം ചെയ്തിരിക്കുന്നു. നിങ്ങളിൽ ആരും ദാരിദ്ര്യത്തിനായി വിധിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ അതിനായി പരിശീലിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള ഒരു കാര്യം ചിന്തിക്കുക എന്നതാണ്. നിങ്ങൾ ചിന്തിക്കുന്ന രീതി മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഭാവി മാറ്റാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സമ്പത്തും നേടുന്ന ഒരു ജീവിതം നയിക്കാനും കഴിയും. ഒരു കോടീശ്വരനായി പോലും നിങ്ങൾ രോഗിയാകാനോ അസുഖം തോന്നാനോ ഉള്ളവരല്ല. ചില ആളുകൾ പറയുന്നത് അത് നിങ്ങളുടെ ജീനുകൾ കാരണമാണെന്നും നിങ്ങൾക്ക് എന്തു ചെയ്താലും അത് മാറ്റാൻ കഴിയില്ലെന്നുമാണ്. ശരി, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ആരോഗ്യകരമായ മാനസികാവസ്ഥയിലുള്ള ഒരു ശരീരത്തിൽ ഒരു രോഗത്തിനും നിലനിൽക്കാൻ കഴിയില്ല. നിങ്ങളുടെ ശരീരം ഓരോ സെക്കൻഡിലും ദശലക്ഷക്കണക്കിന് കോശങ്ങളെ പുറന്തള്ളുകയും അതേസമയം ദശലക്ഷക്കണക്കിന് പുതിയ കോശങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ശാസ്ത്രം തെളിയിച്ചതുപോലെ നമ്മുടെ ശരീരം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പൂർണ്ണമായും മാറ്റിസ്ഥാപിക്കപ്പെടുന്നുവെങ്കിൽ എങ്ങനെയാണ് ശരീരത്തിൽ രോഗങ്ങളോ ക്ഷയമോ വർഷങ്ങളോളം നിലനിൽക്കുന്നത്? അത് ചിന്തകളിലൂടെയും രോഗത്തെ നിരീക്ഷിക്കുന്നതിലൂടെയും രോഗത്തിന് നൽകുന്ന ശ്രദ്ധയിലൂടെയും മാത്രമാണ് നിലനിർത്തപ്പെടുന്നത്. മെറ്റാഫിസിക്സും ക്വാണ്ടം ഫിസിക്സും വർഷങ്ങളായി ഈ ആശയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രധാന ശാസ്ത്രവും ഇത് അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ബുദ്ധിമുട്ടുകളും പരാജയങ്ങളും നേരിടാൻ നിങ്ങൾ പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാമിംഗ് മാറ്റാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പുനഃക്രമീകരിക്കാൻ കഴിയുമെങ്കിൽ, അത്ഭുതകരമായ ബന്ധങ്ങൾ, സമൃദ്ധി, ഐശ്വര്യം, മറ്റ് അനന്തമായ സാധ്യതകൾ എന്നിവ നിങ്ങൾക്ക് മുന്നിൽ തുറക്കും. നിങ്ങളുടെ മനസ്സിനെയും ചിന്തിക്കുന്ന രീതിയും പുനഃക്രമീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നതിലാണ് ഇത് ആരംഭിക്കുന്നത്. നിങ്ങളൊരു അപരിചിതനെ ബോധ്യപ്പെടുത്തുകയല്ല, നിങ്ങളുടെ സ്വന്തം മനസ്സിനെ, പ്രത്യേകിച്ച് ഉപബോധ മനസ്സിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും ഉപബോധ മനസ്സിൽ ഉത്തരമുണ്ട്. നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് രാവിലെ 5 മണിക്ക് ഉണർത്താൻ നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് ആവശ്യപ്പെട്ടാൽ അത് നിങ്ങളെ കൃത്യസമയത്തുണർത്തും. നമ്മുടെ ഉറക്കത്തിന്റെ സത്തയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരു ദിവസം ഏകദേശം 8 മണിക്കൂർ ഉറങ്ങുന്നു. ഇത് നമ്മുടെ ജീവിതകാലത്തിന്റെ 1/3 വരും. ഉറക്കക്കുറവ് നിങ്ങളെ ദേഷ്യക്കാരനും മൂടിയും വിഷാദരോഗിയുമാക്കും. അതിനാൽ ഉറക്കത്തിലൂടെ നിങ്ങൾ ആത്മീയമായി പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നു എന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും നിങ്ങൾക്ക് മതിയായ ഉറക്കം ആവശ്യമാണ്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഉറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ, നിങ്ങൾക്ക് മാർഗനിർദ്ദേശം ലഭിക്കുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ടോ? നിങ്ങളിൽ പലർക്കും അത് സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ ശരീരത്തിൽ രോഗശാന്തിക്ക് ആവശ്യമായ പ്രവാഹങ്ങളുണ്ട്. അവ ഉറക്കസമയത്ത് പുറത്തുവിടുകയും രാവിലെ നിങ്ങളെ പുതുമയോടെയും പുനരുജ്ജീവിപ്പിച്ചും ആക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരിക്കലും യഥാർത്ഥത്തിൽ ഉറങ്ങുന്നില്ല. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരു തുറന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നതിനെ അത് എതിർക്കില്ല. ഉപബോധ മനസ്സ് വളരെ സ്വീകാര്യമാകുന്ന ആ സമയം നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടുമുമ്പുള്ള സമയമാണ്. ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടുമുമ്പ് നമ്മൾ അവസാനമായി ചിന്തിച്ചതിനെക്കുറിച്ചോ സംസാരിച്ചതിനെക്കുറിച്ചോ സ്വപ്നം കാണാറുള്ളതിന്റെ കാരണം ഇതാണ്. ഈ തിരക്കേറിയ ലോകത്ത്
നിങ്ങൾ അനന്തമായ കാര്യങ്ങളുടെ ഒരു വലയത്തിൽ പെട്ടുപോയതായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. വീട്ടുജോലികൾ, ഓഫീസിലേക്ക് ഓട്ടം, മറ്റ് ഉത്തരവാദിത്തങ്ങൾ. ഇതെല്ലാം തിരിച്ചറിയാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നതിനു മുമ്പ് കൂടുതൽ ഉത്തരവാദിത്തങ്ങളും ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങളും നിങ്ങളെ വലയം ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിനു മുമ്പുള്ള നിമിഷത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. ഈ ശീലം നിങ്ങളുടെ ദിവസേനയുള്ള ഉറക്ക ദിനചര്യയിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങളുടെ നിലവിലുള്ള ജീവിതം ഉപേക്ഷിച്ച് കൂടുതൽ സംതൃപ്തവും അഭിലാഷപൂർണവുമായ ജീവിതത്തിലേക്ക് നീങ്ങാൻ നിങ്ങൾക്ക് കഴിയും. ഇതൊരു ദിനചര്യയുടെ ഭാഗമാക്കാൻ ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഈ രീതിക്ക് എന്തുകൊണ്ടാണ് ഇത്രയധികം ശക്തിയുള്ളതെന്ന് ഞാൻ കണ്ടറിയുകയും തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ഈ നിമിഷത്തിന്റെ സത്തയും അത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ എങ്ങനെ നിർണായക പങ്ക് വഹിക്കുന്നുവെന്നും നിങ്ങൾ അംഗീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മുന്നോട്ടു പോകാം. നമുക്ക് ഭാവനയും പ്രാർത്ഥനയും വിശകലനം ചെയ്യാൻ ശ്രമിക്കാം. നെവിൽ ഗൊഡ്ഡാർഡ് പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ചല്ല, നിങ്ങൾ എങ്ങനെയാണ് അനുഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. നസറേത്തിലെ യേശുവും പഠിപ്പിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചുവെന്ന് വിശ്വസിക്കുക, അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കും. ഈ 2 വാക്കുകൾ എന്താണ് അർത്ഥമാക്കുന്നത്? നിങ്ങൾ എന്റെ സ്ഥിരം പ്രേക്ഷകനാണെങ്കിൽ ഇത് നിങ്ങൾ ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഭാവനയും പ്രാർത്ഥനയും തുടർന്നുകൊണ്ട് നെവിൽ ഗൊഡ്ഡാർഡ് പറഞ്ഞു, നിങ്ങളുടെ സ്വപ്നങ്ങൾ വെറും വാക്കുകളിൽ ഒതുങ്ങരുത്. നിങ്ങൾക്ക് അവ ഭാവന ചെയ്യാൻ കഴിയണം. ഒരു തിയേറ്ററിൽ സിനിമ കാണുന്നതുപോലെ നിങ്ങളുടെ മനസ്സിൽ അത് കാണാൻ കഴിയണം. കൂടാതെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലപ്രദമാകണമെങ്കിൽ, അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇതിനകം ലഭിച്ചതുപോലെ പ്രവർത്തിക്കണമെന്ന് യേശു പഠിപ്പിച്ചു. സന്തോഷവാനായിരിക്കുക, ഒന്നിനോടും നീരസം വെച്ചു പുലർത്തരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനകം നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ പ്രവർത്തിക്കുക. ഇത് നിങ്ങളുടെ തോന്നലുകളെക്കുറിച്ച് മാത്രമല്ല, ആ തോന്നലുകൾ എങ്ങനെ ഭാവന ചെയ്യാൻ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചും കൂടിയാണ്. ഇതെങ്ങനെ തികഞ്ഞ രീതിയിൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടോ? ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം നിർദ്ദേശിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അവയ്ക്കുള്ള പ്രാധാന്യമനുസരിച്ച് അവയെ ക്രമീകരിക്കുക. വലിയ സ്വപ്നങ്ങൾ കാണാൻ ഭയപ്പെടരുത്. ഒരു പരിധിയുമില്ല. ഈ ലിസ്റ്റ് പൂർത്തിയാക്കുമ്പോൾ ആദ്യം അതൊന്ന് വായിച്ചു നോക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എഴുതിയത് 2ാം തവണ വായിക്കുമ്പോൾ ആ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ഭാവന ചെയ്യാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു വലിയ വീട് വേണമെന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ വലിയ വീടിന്റെ പൂന്തോട്ടത്തിൽ കിടക്കുന്നതായി ഭാവന ചെയ്യുക. നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾ ചെയ്ത കഠിനാധ്വാനത്തെ അഭിനന്ദിക്കുക. അത് പൂർണ്ണമായും വിലപ്പെട്ടതായിരുന്നു എന്നും കരുതുക. ഇതൊരു ഉദാഹരണം മാത്രമാണ്. നിങ്ങളുടെ സ്വപ്നക്കാർ, സ്വപ്നജോലി, ജീവിത പങ്കാളി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രസക്തമായ എന്തും ഇതിനായി ശ്രമിക്കാം. നിങ്ങൾക്കായി ഒരു നല്ല കാര്യം നേടാൻ ശ്രമിക്കുക, നിങ്ങൾക്കും പ്രപഞ്ചത്തിനും വേണ്ടിയും. അടുത്ത ഘട്ടത്തിലേക്ക് പോകുക. ഒരു ആദ്യ വ്യക്തിയുടെ വീക്ഷണകോണിൽ നിന്ന് അനുഭവം ഭാവന ചെയ്യാൻ ശ്രമിക്കുക. കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുപോലെ, അവ ഇതിനകം നിങ്ങളുടെ കൈവശമുള്ളതുപോലെ, നിങ്ങൾ ആ അനുഭവം ജീവിക്കുന്നതുപോലെ എങ്ങനെയാണ് ഭാവന ചെയ്യേണ്ടത്? ഇപ്പോൾ ഞാൻ നിങ്ങളോട് എന്ത് സംഭവിക്കുമെന്ന് പറയാം. നിങ്ങൾ ഒരുപക്ഷെ 10, 20 അല്ലെങ്കിൽ 30 ലക്ഷ്യങ്ങൾ എഴുതിയേക്കാം. പക്ഷെ നിങ്ങൾ അവയിൽ ആദ്യത്തെ കുറച്ചെണ്ണം ഭാവന ചെയ്ത് ഉറങ്ങിപ്പോകും. അത് പൂർണ്ണമായും സാധാരണമാണ്. നിങ്ങൾ ആദ്യം ലിസ്റ്റ് ചെയ്തവയാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത്. നിങ്ങളുടെ ഉപബോധമനസ്സ് നിങ്ങളുടെ മുൻഗണനയുള്ള ലക്ഷ്യങ്ങളെ ഉള്ളിലേക്ക് കടത്തിവിടും. നിങ്ങളുടെ ബോധമനസ്സ് അവ മറന്നാലും അവ ഓർമ്മയിൽ സൂക്ഷിക്കും. ഇപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ മറ്റൊരു പ്രധാന കാര്യം വരുന്നു. 2 ശക്തമായ വാക്കുകൾ. ഉപബോധമനസ്സിന്റെ ശക്തി എന്ന പുസ്തകത്തിന്റെ രചയിതാവായ ഡോക്ടർ ജോസഫ് മർഫി നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതുമായി ബന്ധപ്പെട്ട 2 വാക്കുകൾ വായിക്കുന്നത് ഒരു ശീലമാക്കാൻ നിർദ്ദേശിക്കുന്നു. അതിനാൽ എനിക്ക് സ്നേഹം, ധാരാളം സമ്പത്ത്, നല്ല ആരോഗ്യം എന്നിവ വേണമെങ്കിൽ ഞാൻ സമ്പത്തും ആരോഗ്യവും എന്ന് പറയും. നിങ്ങളുടെ ലക്ഷ്യത്തിന് പ്രസക്തമാണെന്ന് നിങ്ങൾ കരുതുന്ന ഏതെങ്കിലും വാക്കുകൾ തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ ആദ്യത്തെ 2 ആഗ്രഹങ്ങളിൽ നിന്ന് വാക്കുകളെടുത്ത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതാൻ ഞാൻ ഒരു നുറുങ്ങ് നൽകാം. ഈ വാക്കുകൾക്ക് അതിരുകവിഞ്ഞ ശക്തിയുണ്ട്, കാരണം നിങ്ങൾ ഇതിനകം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹങ്ങൾ അവയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ സ്വപ്നങ്ങളുടെ ലോകത്തേക്ക് നീങ്ങുന്നതുവരെ ഈ വാക്കുകൾ ആവർത്തിക്കുക. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുകയും അവ ഭാവന ചെയ്യുകയും ചെയ്ത ശേഷം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പ്രസക്തമായ 2 വാക്കുകൾ ആവർത്തിക്കുക. മന്ത്രങ്ങൾ പോലെ ഈ വാക്കുകൾ ഉരുവിടുകയും അവയ്ക്കൊപ്പം ഉറക്കത്തിലേക്ക് നീങ്ങുകയും ചെയ്യുക. ഈ രീതിയിൽ നിങ്ങൾ ഉറച്ചുനിന്നാൽ നിങ്ങളെ തടഞ്ഞുവച്ചിരിക്കുന്ന ദാരിദ്ര്യത്തിന്റെ ചങ്ങല നിങ്ങൾ തകർക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ വിദ്യയുടെ സത്ത സ്ഥിരതയിലാണ്. അടുത്ത ആഴ്ചകളിലും മാസങ്ങളിലും നിങ്ങൾ മാറ്റങ്ങൾ കാണാൻ തുടങ്ങും. ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് 5 മിനിറ്റ് സമയം മാറ്റിവയ്ക്കുക. ഈ സമയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച്, നാളത്തേക്ക് നിങ്ങൾ ആസൂത്രണം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്, അടുത്ത ദിവസം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പൊതുവെ എന്താണ് സംഭവിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ചിന്തിക്കുക. ഇത് നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഒരു പടി കൂടി അടുപ്പിക്കുകയും നിങ്ങളെ കൂടുതൽ ചിട്ടയുള്ളവനാക്കുകയും ചെയ്യും.
ഓർക്കുക, നമ്മളെല്ലാവരും തുല്യരായാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ സ്വപ്നങ്ങൾക്കൊരു അതിരില്ല. നിങ്ങളുടെ യാഥാർത്ഥ്യം പുനഃസൃഷ്ടിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ പ്രവർത്തിക്കുക. ഈ ദൃഢനിശ്ചയത്തിന് നന്ദി പറയുക. ഈ പ്രക്രിയയെ ഒരിക്കലും സംശയിക്കരുത്. നന്ദിയുള്ളവനായിരിക്കുക. കഠിനാധ്വാനം തുടരുക. ഞാൻ പറഞ്ഞ എല്ലാ വിദ്യകളും നിങ്ങളുടെ ശീലമാക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്തുടരുന്നതിൽ നിന്ന് നിങ്ങളെ തടയാൻ ഒന്നിനും കഴിയില്ല. നല്ല ഭാഗ്യം. അടുത്ത വീഡിയോയിൽ കാണാം.